നമ്മൾ കേടലിൻ്റെ കേസിനകത്ത് അയാൾ മഴ ഉപയോഗിച്ചിട്ടാണ് കൊന്നത്. അയാളുടെ രണ്ടാം നിലയിൽ ഓരോരുത്തരോരുത്തർ സൂത്രത്തിൽ വിളിച്ചു വരുത്തി കൊണ്ടാക്കി കൊല്ലുകയാണ്. ആദ്യം അമ്മയെ കൊന്നു, അതിനുശേഷം അച്ഛനെ കൊന്നു, അതിനുശേഷം സഹോദരിയെ കൊന്നു, പിന്നീട് ആ വീട്ടിലെ ലളിത എന്ന അവരൊരു ആൻറ്റിയെ കൊന്നു. കൊന്നതാരും മറ്റുള്ളവരാരും അറിയുന്നില്ല. സൂത്രത്തിൽ കൊന്നു. ആദ്യത്തെ ദിവസം 2 പേരെ കൊന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ ദിവസം അടുത്ത 2 പേരെ കൊന്നു. അതിനുശേഷം വീട് തീ കത്തി അവിടുന്ന് അയാൾ സ്ഥലം വിട്ടു. ആ 1-2 ദിവസം വീട്ടിലെ അനക്കോ ഇല്ലാതെ വരുമ്പം ആൾക്കാർ അയൽവക്കംകാരെ ശ്രദ്ധിക്കുമെന്ന് കരുതി 5 പേർക്കുള്ള ഭക്ഷണം രാത്രി വാങ്ങിച്ചു കളഞ്ഞു. ഇയാളെ പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടിയത്. അപ്പം കേടൽ ജിൻസൺ രാജിൻ്റെ മാനസികാവസ്ഥ, അയാൾ ഏത് രീതിയിലായിരുന്നു അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന കൂടോത്ര മന്ത്രത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ച് ആത്മാവിനെ ശരീരത്തിന് വേർപെടുത്തി ആനന്ദം കൈവരിക്കാമെന്നാണ് അയാൾ കരുതുന്നത്. അതുപോലെ ഒരാൾ ഇയാളുടെ പിന്നിലുണ്ടാകാനാണ് സാധ്യത. അത് അഫാന് എല്ലാ ദിവസവും ഇരുട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും, വെളുപ്പാങ്കാലത്ത് വരും, രാത്രി എവിടെയാണ് പോകുന്നത്, ആ സഞ്ചാരം എവിടെയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് അതാണ്. പണമില്ലാതെ വിഷമിച്ചിരുന്ന ഉമ്മയും അതുപോലെ പിതാവും അതുപോലെ ആ കുടുംബവും പണമില്ലാതെ അവർ വേദന അനുഭവിക്കുമ്പോൾ, പട്ടിണി അനുഭവിക്കുമ്പം ഇയാൾ ദൂർത്തലിച്ച് നടക്കുകയാണ്. ഇയാൾ ഓരോ കൊലപാതകത്തിന് ഇടയ്ക്ക് അവിടുത്തെ ബാറിൽ പോയി മദ്യപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇയാളൊരു അഡിക്റ്റാണ്, ഇയാൾ ഡ്രഗ്സ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇയാളുടെ പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ചൈൽഡായിട്ട് മാത്രമേ തോന്നുള്ളൂ. അമ്മയുടെ അടുത്ത് കൂടുതൽ പണം കൂടെ ചോദിച്ച് അമ്മയെ ആകെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പിതാവിൻ്റെ അടുത്തും പണം അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. പിതാവിൻ്റെയും അമ്മയുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഈ പയ്യന് പ്രശ്നമല്ല. അതൊന്നും അവൻ പരിഗണിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പോലീസ് അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം നമ്മളാരും മണ്ടന്മാരല്ല. അതുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് ഈ കേസിൽ അന്വേഷണം നടത്തണം. നന്തൻകോട്ടെ കേടലിൻ്റെ കേസ് അവർ പഠിക്കണം. അതിനകത്തെ കസേരയിലിരുത്തി ഇവിടെ ആ പെൺസുഹൃത്തിനെ കൊന്നു, അവിടെ സെറ്റിയിലിരുത്തി മൂത്താപ്പായെ കൊന്നു. അത് മറ്റു സ്ഥലത്ത് എവിടെയും കൊന്നിട്ട് സെറ്റിൽ കൊണ്ട് ഇരുത്തിയതാണോ സംശയമുണ്ട്. ഈ പെൺകുട്ടിയെ സെറ്റി ആ ചെയറിൽ മലന്ന് കിടക്കുകയാണ്. അവിടെ ഒരു കസേര വന്നു, മറ്റുള്ള സ്ഥലത്തും ഒരു കസേര വരുന്നുണ്ട്. അത് തന്നെയല്ല, ഇയാൾ കഴിഞ്ഞ 8 വർഷം ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടത്, ഇയാൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്തൊക്കെ കാര്യത്തിനാണ് അത് നോക്കണം. ഇയാൾ ഏതൊക്കെ സിനിമകളാണ് കൊലപാതകത്തിൻ്റെ കണ്ടത് എന്ന് നോക്കണം. ഇയാളെ ആരാണ് ഈ രീതിയിലേക്ക് ആക്കി തീർത്തതെന്ന് കണ്ടുപിടിക്കണം പോലീസ്. കാരണം ഈ കേസ് അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്തതല്ല. കാരണം മൂന്ന് സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതൊരു മാനസികമായ വിഭ്രാന്തി കൊണ്ടും വികലമായ മനസ്സുകൊണ്ടും ആണ് ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് യാതൊരു സംശയമില്ല. അതുതന്നെയല്ല, കഴിഞ്ഞ 8 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് 13,500 രൂപയുടെ ഇയാൾക്ക് ട്രാഫിക് പെറ്റി അടിച്ചിട്ടുണ്ട്. രാത്രിയിൽ അതിവേഗം വണ്ടി ഓടിച്ചതോ അനധികൃതമായി പല സ്ഥലത്തൂടെ പാർക്ക് ചെയ്തതോ ഒക്കെ ആകാം. ആ പെറ്റി എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. CCTV ദൃശ്യത്തിൽ ഇയാൾ മണ്ണന്തല വരെ വന്നിരിക്കുന്നതായി കാണുന്നുണ്ട്. അത് വെഞ്ഞാറമൂടിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 13,500 പെറ്റിക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മണ്ണന്തലയിൽ ഇയാളും മറ്റൊരാളും ഒരു CCTV ദൃശ്യത്തിൽ കാണപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അതേസമയത്ത് മറ്റേയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ആരാണ് ഇയാളുടെ ആ സഹയാത്രികൻ നമ്മൾ കണ്ടെത്തണം. പോലീസ് വളരെ ഡീപ്പായിട്ട് ഈ കേസ് പഠിക്കണം. ആ അഫാൻ പറയുന്നത് അത്ര വിശ്വസനീയമല്ല. അയാൾ കടം കൊണ്ടാണ് കൊന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല. അയാളുടെ പിന്നിൽ ആരാണ് ഇത് ചെയ്യിച്ചത്? ഇയാൾക്ക് ഏതെങ്കിലും ഉസ്താദുണ്ടോ? ഇയാൾ ഏതെങ്കിലും കൂടോത്ര മന്ത്രത്തിൽ പോകുന്നുണ്ടോ? ഇയാൾ ഏതൊക്കെ സിനിമകൾ കണ്ടു? അതിൽ നിന്ന് പഠിച്ച വികലമായ ചിന്തയിലെ ഉറവിടം ആണ് ഇയാളുടെ ബുദ്ധി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഇയാളെ പോലെ തന്നെ സമാന ചിന്താഗതിയുള്ള പഠനം ഇടയ്ക്ക് നിർത്തി ഓസ്ട്രേലിയയിൽ പോയി അവിടെയും പഠിച്ചിട്ട് മടങ്ങി വന്ന് പോയ തന്നെ ഒരു കഥാപാത്രം തന്നെയാണ് അഫാൻ. അഫാൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. അയാൾ 2 വീലറും വാഹനത്തിലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയും പകൽ വീട്ടിലെ നിന്ന് രാത്രികാലത്ത് മാത്രം പുറത്തിറങ്ങുകയും ചെയ്യുന്ന രാത്രി സഞ്ചാരകനാണ്. അതുപോലെ രാത്രി സഞ്ചരിക്കുന്ന ചില പക്ഷികളെ നമുക്കറിയാം, അല്ലെങ്കിൽ ചില ബേഡ്സിനെ അറിയാം. അവർ രാത്രി ഇര തേടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം.
ഇയാൾ എന്തിനാണ് ഈ രാത്രി വെളിയിൽ പോയി, ആരുടെ സഹവാസത്തിലാണ് ഇയാൾ ഈ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്, ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇയാളുടെ കഴിഞ്ഞ 8 വർഷത്തെ ആ മൊബൈൽ ഫോണിൻ്റെ CD മുഴുവൻ പരിശോധിക്കണം. ആരെയൊക്കെ ഏതൊക്കെ മഹാന്മാരെയാണ് ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ കല്യാണത്തിന് ചില ഭക്ഷണം വരാൻ പോയി പൈസ ഉണ്ടാക്കിയെന്നൊക്കെ ചില വാചോടിയൊക്കെ അടിച്ചതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പോലീസിൻ്റെ മുമ്പിൽ. അതൊക്കെ ഒരു തട്ടിപ്പായിട്ടേ കാണാൻ ഒക്കുള്ളൂ. ഇയാൾ ഏത് ലോകത്താണ് സഞ്ചരിച്ചെന്ന് പോലീസ് കണ്ടെത്തണം. അത് ആദ്യത്തെ കേസിൻ്റെ അന്വേഷണത്തിൽ കസ്റ്റഡി വാങ്ങിക്കും, അത് രണ്ടാമത്തെ മൂന്നാമത്തെ കേസിൻ്റെ അന്വേഷണത്തിൽ കസ്റ്റഡി വാങ്ങിക്കും. ആ സമയത്ത് കൂടുതൽ സമയം ലഭിക്കും. അന്നേരമാണ് ഇയാളെ ചോദ്യം ചെയ്യേണ്ടത്. അയാളെ എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ കണക്കാക്കണം. കാരണം ഇയാൾ കണ്ട സിനിമകൾ ഏതൊക്കെയാണ്, നെറ്റ്ഫ്ലിക്സിലുമൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളും നമുക്കറിയാം അത് കുട്ടികളെ വഴിപിഴപ്പിക്കുന്ന സിനിമകളാണ്. മാർക്കോ 1, മാർക്കോ 2, 3 സിനിമകൾ വരുന്നുണ്ട്. മുഴുവൻ വയലൻസ് ആണ്. അങ്ങനെയുള്ള സിനിമകൾ കണ്ട് പഠിച്ചതാണ് ഇപ്പോഴത്തെ തലമുറ. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയും ഇവരുടെ അപ്പന്മാരായ തലമുറയും ഇതുപോലെയുള്ള വയലൻസിലും ഇതുപോലെയുള്ള സിനിമകളും ഇതുപോലെയുള്ള മദ്യപാനവും ഇതുപോലെയുള്ള ഡ്രഗ് അടിക്കുന്ന 2 തലമുറ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന മലയാളികൾ. കാരണം ആകെ സംഘർഷഭരിതമാണ് കേരളത്തിലെ കുടുംബം മുഴുവൻ. കാരണം യാതൊരു വ്യവസ്ഥയില്ലാത്ത കുട്ടികൾ വളരുകയും അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അവർ സഞ്ചരിക്കുകയും അപകടത്തിൽ ചെന്ന് ചാടുന്ന കാഴ്ചകളാണ് തന്നെ. മാനസികമായ യാതൊരു വളർച്ചയും ഈ കുട്ടികൾക്കില്ല. അതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇതേ രീതിയിലുള്ള വിഷമതകൾ അവരവരുടെ വീട്ടിൽ അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിദഗ്ധോപദേശം തേടണം. എല്ലാ വീട്ടിലും ഇതുപോലെയുള്ള സന്തതികൾ ഉണ്ട് എന്നാണ് ഇപ്പം മനസ്സിലായി വരുന്നത്. അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടു തുടങ്ങി. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അഫാൻ്റെ ഇത് കൃത്യമായി നമ്മളെല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? 23 വയസ്സ് മാത്രമല്ലേ അയാൾക്കുള്ളൂ. അയാൾ 15 വയസ്സ് മുതൽ 8 വർഷം മുമ്പ് മുതൽ ഒരു ഡ്രോപ്പ് ഔട്ടാണ് വീട്ടിൽ. അമ്മ പൊതിഞ്ഞ് അവനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഭീകരമായ അടിയേറ്റിട്ടും അമ്മ ആ മകനെ സംരക്ഷിക്കാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പോലീസ് ആത്മാർത്ഥമായിട്ട് ഇവ സഞ്ചരിച്ച വഴികൾ കണ്ടെത്തണം. കാരണം എങ്കിൽ മാത്രമേ എന്താണ് ഈ പയ്യൻ്റെ മനസ്സിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസ് കൃത്യമായ നടപടിയിലേക്ക് പോകണം. അറസ്റ്റും റിമാൻഡും മാത്രമല്ല, പ്രതിയെ ശിക്ഷിക്കുന്നത് മാത്രമല്ല, എന്താണ് ഈ കുട്ടിയുടെ മനസ്സിൽ സംഭവിച്ചത്, മാനസികമായി ഇതുപോലെ തകരാറാകാൻ കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തി അത് കോടതിയിലും നാട്ടുകാരിലും അല്ലെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പോലീസ് കണ്ടെത്തി പറയണം. അത് സമയമെടുത്താലും വേണ്ടില്ല. അത് ഇതിനകത്ത് ഈ കേസ് കുറ്റച്ചാർജ് കൊടുത്ത് ട്രയൽ തീർന്നാലും വേണ്ടില്ല. ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കേരള പോലീസ് തയ്യാറാകണം. അങ്ങനെയുള്ളൊരു അന്വേഷണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.